Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ B.Ed ഫോർത്ത് സെമസ്റ്റർ MCQ എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ പേപ്പറിന്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹവ് ക്രിയേറ്റഡ് എ ന്യൂ പ്ലേലിസ്റ്റ്. ഐ ഹവ് ഓൾറെഡി പുട്ട് വൺ വീഡിയോ ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെയർ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് 66 to 70 questions in general paper. അപ്പം ഇന്ന് മുതൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് വിൽ ബി അബൌട്ട് ഓരോ EDUയിലും ഓരോ സെമസ്റ്ററിലെ മൂന്ന് EDUs വെച്ചിട്ട് നമ്മൾ ഓരോ EDUസിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻ വീതം ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. വെൻ വി ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, വിച്ച് ആർ ദി ഏരിയാസ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ. എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്ന് മനസ്സിലാക്കി യു ഹാവ് ടു റീഡ് ഓൺ ഇറ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ എന്താണ് ജനറൽ നോളജ് അബൌട്ട് ദി ജനറൽ പേപ്പർ. അപ്പം വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമുക്ക് ഇതിന്റെ ഓർഡർ തന്നെ ഓരോ EDU മോഡ്യൂൾസും ഡിസ്കസ് ചെയ്ത് പോവാം. ദ ഫസ്റ്റ് വൺ ഇസ് EDU 01. So EDU 01 is knowledge and curriculum, philosophical and sociological perspectives. Because I didn't get much time, ഞാൻ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഫോൾഡറും ഒരു സെപ്പറേറ്റ് ആൻസർ ഫോൾഡറും ഒന്നും മീൻസ് സ്ലൈഡും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചു പോകുന്നത്, ആൻസർ ഞാനായിരിക്കും ഒറേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു സ്റ്റേ ഓൺ ആൻഡ് വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്, I think that will be more useful for you. ഞാൻ ഇതിന്റെ PDF-ഉം താഴെ ലിങ്കിൽ കൊടുത്തേക്കാം. So let's get into the questions. First question, education is the manifestation of divine perfection already existing in man. This statement was by, see, manifestation of divine perfection എന്ന് കാണുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക ഇതിന്റെ ആൻസർ വിവേകാനന്ദനാണ്. വിവേകാനന്ദനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. വിവേകാനന്ദനെ പറ്റി ഓർത്തിരിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കർമ്മയോഗയും മറ്റൊന്ന് പ്രാക്ടിക്കൽ വേദാന്തയും. കർമ്മയോഗ, പ്രാക്ടിക്കൽ വേദാന്ത എന്നുള്ള ടേംസ് വന്നിട്ട് ഹൂ ഇസ് ദ പ്രൊപ്പോണന്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് വിവേകാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഹാസ് പെർട്ടിക്കുലർ ടൈം ഫ്രെയിം ആൻഡ് റിജിഡിറ്റി. നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ഒരു കോഴ്സിനകത്ത് കയറി അതിന്റെ ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള അസസ്മെന്റുകളിലൂടെ എല്ലാം കടന്നുപോയി കോഴ്സ് പൂർത്തിയാക്കുകയാണെങ്കിൽ then it is a type of formal education. So ഇതിന്റെ ആൻസർ ഫോർമൽ ആണ്. Next one, kindergarten system is the contribution of, നമുക്ക് എല്ലാവർക്കും അറിയാം kindergarten system is the contribution of Froebel. Next one, education is child's development from within. So child's development from within എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി ഉണ്ടാവും ഗാന്ധിനെ ടിക്ക് മാർക്ക് ചെയ്യാൻ. ബട്ട് ആക്ച്വലി ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് സെഡ് ബൈ റൂസോ. ഇത് നാച്ചുറലിസത്തിന്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് റൂസോ. ഹൂ ഇസ് ദ പ്രൊപ്പോണന്റ് ഓഫ് ഇന്റഗ്രൽ യോഗ? സി, നേരത്തെ നമ്മൾ പറഞ്ഞത് കർമ്മയോഗയാണ്. കർമ്മയോഗയുടെ പ്രൊപ്പോണന്റ് ആണ് വിവേകാനന്ദ. ഇന്റഗ്രൽ യോഗ എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് അരബിന്ദോ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ അരബിന്ദോ ആണ്. നെക്സ്റ്റ് വൺ, ദ വേർഡ് എഡ്യൂക്കേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം എഡ്യൂകെയർ ആൻഡ് എഡ്യൂസിയർ, വിച്ച് മീൻസ്, സോ ഈ പറയുന്നവയിൽ ഏതാണ് എഡ്യൂകെയറും എഡ്യൂസിയറിന്റെയും മീനിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ ഇസ് ടു ബ്രിങ് ആൻഡ് ടു ലീഡ് ഫോർത്ത്. ടു ബ്രിങ് അപ്പ് ആണ് കേട്ടോ. ടു ബ്രിങ് അപ്പ്, ഐ ഗോട്ട് ടു ടൈപ്പ് ഇറ്റ്. ടു ബ്രിങ് അപ്പ് ആൻഡ് ടു ലീഡ് ഫോർത്ത് ആണ് എഡ്യൂക്കറിന്റെ എഡ്യൂസിയറിന്റെ റെസ്പെക്റ്റീവ് മീനിങ്സ്. നെക്സ്റ്റ് വൺ, ഫിലോസഫി മീൻസ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു ഫിലോസഫിയുടെ മീനിങ് എന്താണെന്നുള്ളത്. എല്ലാ എക്സാംസിന്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഇസ് ലവ് ഫോർ വിസ്ഡം. ഫിലോസഫി മീൻസ് ലവ് ഫോർ വിസ്ഡം. നെക്സ്റ്റ്, which is not a type of naturalism. Majorly നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് നാച്ചുറലിസം ആണുള്ളത്. ഫിസിക്കൽ നാച്ചുറലിസം, മെക്കാനിക്കൽ നാച്ചുറലിസം ആൻഡ് ബയോളജിക്കൽ നാച്ചുറലിസം. ക്ലിനിക്കൽ നാച്ചുറലിസം എന്ന് പറഞ്ഞൊരു നാച്ചുറലിസം ഇല്ല. ആൻഡ് വെൻ യു റീഡ് ദ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോട്ട് എ ടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ബി കെയർഫുൾ വെൻ റീഡിങ് ദ ക്വസ്റ്റ്യൻ. ഡബിൾ ചെക്ക് ചെയ്യുക നോട്ട് എന്നുള്ള വാക്ക് ഇതിന്റെ ഇടയിലുണ്ടോ. നമുക്ക് കൃത്യമായ ആൻസർ അറിയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ട് നമ്മുടെ ആ സമയത്ത് ഒരു എന്താണ് വെപ്രാളം കാരണം we'll just lose 1 mark വെറുതെ. So the answer for this question is clinical naturalism. And be very calm when attending the exam. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. നമ്മൾ തെറ്റായിട്ട് ആൻസർ ചെയ്യാതിരിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് B.Ed MCQ എക്സാം, എസ്പെഷ്യലി ജനറൽ പേപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പോണന്റ് ഓഫ് ഐഡിയലിസം ഇൻ ദ ഫോളോയിങ്. ഈ പറയുന്നവയിൽ ആരാണ് ഐഡിയലിസത്തിന്റെ പ്രൊപ്പോണന്റ്? റൂസോ നാച്ചുറലിസം ആണ്. സോ ഇതല്ല ആൻസർ. William James is actually the father of structuralism, so he is not the person. John Dewey is a person from pragmatism, so the answer is George Berkeley. ഇങ്ങനെ നമ്മൾ
എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് അല്ലാത്ത ആൻസേഴ്സ് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് അഥവാ ക്വസ്റ്റൻ അറിയില്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ്, വാട്ട് ഇസ് കരിക്കുലം? കരിക്കുലം എന്താണെന്നുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ള സെറ്റിന്റെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ദി ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് വിച്ച് ഇസ് നോട്ട് എ നെയിം ഓഫ് എഡ്യൂക്കേഷൻ. ഈ പറയുന്നവയിൽ ഏതാണ് നോട്ട് എന്നുള്ള വാക്ക് എസ്പെഷ്യലി എടുത്ത് വായിച്ചിരിക്കണം. വിച്ച് ഇസ് നോട്ട് എ നെയിം ഓഫ് എഡ്യൂക്കേഷൻ. ലെഷർ എയിം, ഈഗോ എയിം, ക്യാരക്ടർ എയിം, ബ്രെഡ് ആൻഡ് ബട്ടർ എയിം. നിങ്ങൾക്കറിയാം ലെഷർ എയിം ഉണ്ട് എഡ്യൂക്കേഷനിൽ, ക്യാരക്ടർ എയിം ഉണ്ട്, ബ്രെഡ് ആൻഡ് ബട്ടർ എയിം ഉണ്ട്, ഈഗോ എയിം എന്നൊരു എയിം ഇല്ല. സോ ദി ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇസ് ഈഗോ എയിം. അടുത്തത്, 3 elements of formal education. Formal educationന്റെ 3 major elements ഏതാണ്? ടീച്ചർ ലേണർ എൻവയോൺമെന്റ്, ടീച്ചർ ലേണർ സിലബസ്, ടീച്ചർ ലേണർ ലേണിംഗ്, ടീച്ചർ ലേണർ കരിക്കുലംസ്. ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ടീച്ചർ ലേണർ ആൻഡ് എൻവയോൺമെന്റ്. ഇൻഫോർമൽ ലേണിംഗ് ഇസ് ലേണിംഗ് ബൈ, ഈ പറയുന്നവയിൽ ഏത് ആണ് ഇൻഫോർമൽ ലേണിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പോഷർ, എക്സ്പീരിയൻസ്, നീഡ്, ഗോൾസ്. സോ എക്സ്പീരിയൻസ് ആണ് ഇൻഫോർമൽ ലേണിംഗിന്റെ, ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് ആണ് ഇൻഫോർമൽ ലേണിംഗ്. So next one is teaching is a art, science, social science, art and science. Actually the answer art and science aanu. Teaching is both an art and a science. Next one, qualities of a teacher in the following. ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ടീച്ചറിന്റെ ക്വാളിറ്റീസ്? നോളജ്, pedagogical skills, knowledge, personality, all of the above. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും all of the above ആണ് ആൻസർ. ടീച്ചർ ഹാസ് എത്തിക്കൽ ഒബ്ലിഗേഷൻസ് ടു. ഈ പറയുന്നവയിൽ ആരോടൊക്കെയാണ് ടീച്ചറിന് എത്തിക്കൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉള്ളത്? സ്റ്റുഡൻസ്, പാരന്റ്സ്, കൊളീഗ്സ്. ഇവരോട് എല്ലാവരോടും ടീച്ചറിന് എന്തുണ്ട്? എത്തിക്കൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. നെക്സ്റ്റ് വൺ, ടീച്ചിങ് മെത്തേഡ് ഇൻ നാച്ചുറലിസം ഇസ്. ഈ പറയുന്നവയിൽ ഏതാണ് ടീച്ചിങ് മെത്തേഡ് ഇൻ നാച്ചുറലിസം? പ്ലേവേ മെത്തേഡ്, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, ഹ്യൂറിസ്റ്റിക്സ്, ഓൾ ഓഫ് ദി അബവ്. സോ പ്ലേവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുട്ടി കളിച്ച് പഠിക്കുന്നു, ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് പഠിക്കുന്നു. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇസ് വെൻ ടീച്ചർ ഇസ് ഹെൽപ്പിംഗ് ദി സ്റ്റുഡൻറ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ്. അത് ഓരോ കുട്ടിയുടെ അടുത്ത് നിന്നും ആ ടീച്ചർ ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ. ആൻഡ് ഹ്യൂറിസ്റ്റിക്സ് ഇസ് വെയർ ഹി ഈസ് ഡിസ്കവറിങ് ഹിസ് ഓൺ നോളജ്. അപ്പം ഈ 3ഉം നാച്ചുറലിസത്തിന്റെ അടിയിൽ വരും. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബവ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, സ്കൂൾ വിച്ച് സജസ്റ്റഡ് ടീച്ചർ സെന്റേർഡ് ലേണിംഗ്. ടീച്ചറാണ് സെന്റർ, അതിനെ ടീച്ചറാണ് തീരുമാനിക്കുന്നത് ലേണിംഗ് എങ്ങനെ ആയിരിക്കണമെന്ന്. ഈ പറയുന്ന ഏത് സ്കൂളിലാണ് അങ്ങനെ ഒരു സജഷൻ ഉണ്ടായത്? വി ഓൾ നോ ഐഡിയലിസം, ദി മോസ്റ്റ് ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് ഫിലോസഫിയിലാണ് അങ്ങനെ ഒരു സജഷൻ ഓഫ് ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ റിപ്പബ്ലിക് ഇസ് എ ഫേമസ് വർക്ക് ഓഫ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ ഒരു ഫേമസ് വർക്കാണ്. അടുത്തത്, ദ കോൺസെപ്റ്റ് ഓഫ് റെസ്പെക്ടിങ് ഓൾ റിലീജിയൻസ് ഇസ് നോൺ ആസ് സെക്യുലറിസം. ഒരു പെർട്ടിക്കുലർ സ്വന്തം റിലീജിയൻ മാത്രമല്ല മറ്റ് റിലീജിയൻസിനെ റെസ്പെക്ട് ചെയ്യാൻ, അവരുടെ ട്രഡീഷൻസിനെ ടോളറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, EDU 02-ലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ ലേണർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലോറൻസ് കോൾബർഗ് ഇസ് നോൺ ഫോർ ഹിസ് റിസർച്ച് ഇൻ ഏരിയ ഓഫ്. ഏത് ഏരിയയിലെ റിസർച്ചിനാണ് ലോറൻസ് കോൾബർഗ് അറിയപ്പെടുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം മോറൽ ഡെവലപ്മെന്റ് ആണ് കോൾബർഗിന്റെ ഏരിയ ഓഫ് റിസർച്ച്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു എറിക്സൺ എ മേജർ കോൺഫ്ലിക്ട് ഇൻ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഇസ്. ആദ്യത്തെ ഇയർ ഓഫ്, അതായത് ജനിച്ച് അങ്ങനെയുള്ള ഒരു 2 വയസ്സ് വരെയുള്ള പീരീഡിലുള്ള സമയത്ത് എറിക്സനെ സംബന്ധിച്ച് എന്ത് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് സംഭവിക്കുന്നത്? വി ഓൾ നോ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. സോ എറിക്സന്റെ തിയറി, കോൾബർഗിന്റെ തിയറി ഒക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ഇഫ് വി ഡു നോട്ട് നോ, ഹാവ് എ ക്വിക്ക് റീഡ് ഓൺ ഇറ്റ്. നെക്സ്റ്റ്, ഹു among the following is a well-known personality theorist? പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്ത് തിയറി ഉണ്ടാക്കിയത് ഇവയിൽ ആരാണ്? സ്പിയർമാൻ, ഗോൾഡ്മാൻ, ആൽപോർട്ട്, പാവ്ലോവ്. നമുക്കറിയാം ആൽപോർട്ട് ആണ്. അടുത്തത്, നെക്സ്റ്റ്, വിച്ച് ഇസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഈ പറയുന്നവയിൽ ഏതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തത്? MMPI എന്ന് പറഞ്ഞാൽ മീനസോട്ട മൾട്ടിഫെസൈക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. റൊഷാക്ക് ഇങ്ബോൾ ടെസ്റ്റ് നിങ്ങൾക്കറിയാം, നമുക്ക് ഇങ്ക് പേപ്പറിൽ ഒഴിച്ച് അത് മടക്കിയിട്ട് അത് തുറക്കുമ്പോൾ അതിൽ എന്ത് ഇമേജ് കാണുന്നു എന്ന് ചോദിക്കുന്നതാണ്, വിച്ച് ഇസ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. സെന്റൻസ് കംപ്ലീഷൻ, ഒരാൾ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും ആ സെന്റൻസിലൂടെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അവിടെയും
നമ്മൾ പടങ്ങൾ കാണിച്ചിട്ട് ഒരു സ്റ്റോറി കൺസ്ട്രക്ട് ചെയ്യാൻ പറയാണ്, വിച്ച് ഓട്ടോമാറ്റിക്കലി ദ പേഴ്സൺ വിൽ കണക്ട് ടു ഹിസ് ഓർ ഹെർ ഓൺ ഇന്നർ ഫീലിങ്സ്. അപ്പൊ ഇതിൽ നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്, ഈ നോട്ട് എന്നുള്ള വാക്ക് എടുത്ത് നോക്കിയിട്ട് വേണം. നിങ്ങൾക്ക് MCQ എക്സാം എഴുതുമ്പോൾ ഒരുപാട് സമയം കിട്ടും. അതുകൊണ്ട് ആവശ്യമില്ലാതെ വെപ്രാളം ഒന്നും പിടിച്ച് ആങ്സൈറ്റി ഒന്നും പിടിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കരുത്. ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാം. സോ ഇവിടുത്തെ ആൻസർ MMPI ആണ്, മിനസോട്ട മൾട്ടി ഫെസൈക് ഇൻവെന്ററി, പേഴ്സണാലിറ്റി ഇൻവെന്ററി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റിലവൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ടു ടീച്ചേഴ്സ്? എന്തിനാണ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നത്? Answers: to know the learner, to evaluate the learner, to guide and counsel them, all of the above. All of the above ആണ് അല്ലെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അഥവാ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇരുന്ന് കുറച്ച് സമയം പതുക്കെ വായിച്ചിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അടുത്തത്, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. സെൽഫ് അസസ്മെന്റ് ഫോൾസ് ഇൻ കാറ്റഗറി ഓഫ്. സെൽഫ് അസസ്മെന്റ് ഏത് കാറ്റഗറിയിലാണ് ഫോളോ ചെയ്യുന്നത്? ഇതെല്ലാം മെത്തേഡ്സ് ഇൻ എന്താണ് റിസർച്ച് ആണ്. ഇൻട്രോസ്പെക്ഷൻ, കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. ഇതിൽ ഏതാണ് സെൽഫ് അസസ്മെന്റ്? ഒരാളുടെ ഫീലിങ്സിനെ തന്നെയാണ് അസസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Spearman's two-factor theory possesses two types of intelligence, and they are general and multiple, general and specific, crystallized and fluids, primary and secondary. നമുക്കറിയാം സ്പിയർമാൻ പറഞ്ഞിരിക്കുന്ന two-factor തിയറിയിൽ ജനറൽ ഇന്റലിജൻസും സ്പെസിഫിക് ഇന്റലിജൻസും ആണ് വരുന്നത്. So here the answer is general and specific intelligence. Next one, IQ is calculated by. ഇതെല്ലാ ക്വസ്റ്റ്യൻ സെറ്റ് ഉൾപ്പെടെ എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസിനും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോഴും ഇത് സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. So the answer is, നമ്മൾ ഓർത്തിരിക്കുക, IQ is calculated by mental age by chronological age into 100. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, MA/CA into 100. നെക്സ്റ്റ് വൺ, ഗിൽഫേർഡ്സ് മോഡൽ ഓഫ് ഇന്റലക്ട് വാസ് ബേസ്ഡ് ഓൺ. ഈ പറയുന്നവയിൽ ഏത് അനാലിസിസ് യൂസ് ചെയ്താണ് ഗിൽഫേർഡ് മോഡൽ ഓഫ് ഇന്റലക്ട് ഉണ്ടാക്കിയത്? ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. ഇതിൽ ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്താണ് അദ്ദേഹം ഇന്റലക്റ്റിന്റെ മോഡൽ പ്രപ്പോസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഗിവൺ ബൈ. ട്രേറ്റ് തിയറി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഗോർഡൻ ആൽപോർട്ട് ആണ്. സോ ട്രേറ്റ് തിയറി വാസ് ഗിവൺ ബൈ ആൽപോർട്ട്. നെക്സ്റ്റ് വൺ, ട്രേറ്റ് ദാറ്റ് ഇസ് റെയർലി സീൻ ഇൻ എ പേഴ്സൺ ഇസ് സെൻട്രൽ, കോർ, സെക്കൻഡറി, കാർഡിനൽ. നമുക്കറിയാം ആൽപോർട്ടിന്റെ തിയറിയിൽ 3 ടൈപ്സ് ഓഫ് ട്രേറ്റ്സ് ആണ് പറയുന്നത്, കാർഡിനൽ, സെക്കൻഡറി ആൻഡ് സെൻട്രൽ ട്രേറ്റ്സ്. അതിൽ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയുന്നുണ്ട്, ഒരാളെ ഒരു പെർട്ടിക്കുലർ കാര്യം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു പെർട്ടിക്കുലർ ഫാക്ടർ വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അയാളുടെ പേഴ്സണാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദി കാർഡിനൽ ട്രേറ്റ്. ഫോർ എക്സാമ്പിൾ, മദർ തെരേസ കൈൻഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാർഡിനൽ ട്രേറ്റ് എല്ലാവരിലും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആൻഡ് ഇറ്റ് ഇസ് വെരി റെയർലി സീൻ ഇൻ എ പേഴ്സൺ. സോ ദ ട്രേറ്റ് ദാറ്റ് ഇസ് റെയർലി സീൻ ഇൻ എ പേഴ്സൺ ഇസ് കാർഡിനൽ ട്രേറ്റ്. Next one, introversion and extroversion are personality types suggested by. ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ആര് സജസ്റ്റ് ചെയ്ത പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്? കാൾ ജുങ് ആണ് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ടൈപ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദ മോറൽ വാഷ് ഡോഗ് എമംഗ് ദ ഫോളോയിങ് ഇസ്. നമുക്കറിയാം സൈക്കോ അനലിറ്റിക് തിയറിയിൽ നമ്മുടെ കോൺഷ്യസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിൽ മോറൽ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? സൂപ്പർ ഈഗോ ആണ്. അടുത്തത്, ഐഡന്റിഫൈ ഫീനോടൈപ്പ് ഫ്രം ദ ഫോളോയിങ്. സോ 2 ടൈപ്പ് നമ്മുടെ സൈക്കോളജി പറയുന്നുണ്ട് ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ജീനോടൈപ്പ് ആൻഡ് അതർ വൺ ഇസ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് ഇസ് വെയർ അയാളുടെ ഹെറിഡിറ്റി അല്ലെങ്കിൽ ജീൻസ് ദാറ്റ് കം ഫ്രം ദർ ആൻസിസ്റ്റേഴ്സ് ഇസ് മേക്കിംഗ് എ കോൺട്രിബ്യൂഷൻ ടു ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി. വേറെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള സാഹചര്യമായിരിക്കും. സോ ഇവിടുത്തെ ഫീനോടൈപ്പ് എന്താണ്? എൻവയോൺമെന്റ് ആണ്. ജീൻ, ഹെറിഡിറ്റി, ഫാമിലി ട്രേറ്റ്, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ജീനോടൈപ്പുകളാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫീനോടൈപ്പ് ആണ്, വിച്ച് ഇസ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് വൺ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ടാറ്റ് ആദ്യമായി ഡിസൈൻ ചെയ്തത് ആരാണ്? ഹെൻറി മ്യൂറെ ആണ് ടാറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത്, ദ സ്റ്റേജ് ഇൻ വിച്ച് ചൈൽഡ് ഇസ് കേപ്പബിൾ ഓഫ് ലോജിക്കൽ തിങ്കിങ് ഇസ്. ഇത് പിയാഷയുടെ 4 സ്റ്റേജസ് ആണ്. ഇതിൽ ഏത് സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് പോസിബിൾ ആവുന്നത്? സോ വി ഓൾ നോ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ്, ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് പോസിബിൾ ആവും. നെക്സ്റ്റ്, വിച്ച് ഇസ് ദ മേജർ ഡെവലപ്മെന്റൽ ടാസ്ക് ഇൻ അഡോളസൻസ്. അഡോളസൻസ് പീരീഡിൽ
കുട്ടിയുടെ മേജർ ഡെവലപ്മെന്റൽ ടാസ്ക് എന്താണ്? സോഷ്യൽ സെൻസിറ്റിവിറ്റി, പിയർ ഐഡന്റിഫിക്കേഷൻ, ബോഡിലി കൺട്രോൾ, ഓൾ ഓഫ് ദി അബവ്. സി അഡോളസൻസ് പീരിയഡ് ഇസ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം. അത് ശരിക്കും നമുക്കറിയാം, നമ്മൾ ബോഡി കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, നമുക്ക് നമ്മുടെ തന്നെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, സൊസൈറ്റി ആയിട്ടൊരു സെൻസിറ്റിവിറ്റി കുട്ടിക്കുണ്ട്. അപ്പം ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടുത്തെ ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് വളരെ കോംപ്ലക്സ് അല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഡോണ്ട് തിങ്ക് ടു മച്ച്. ആവശ്യമില്ലാത്തത് ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, സിമ്പിൾ തിങ്കിങ്ങിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ദി സ്കൂൾ ഓഫ് സൈക്കോളജി ദാറ്റ് സ്റ്റേറ്റ്സ് ദ ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് ഡോട്ട്സ് ദാറ്റ് ലുക്ക് ലൈക്ക് എ സർക്കിൾ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്, ഈവൻ ദോ ദ ഡോട്ട്സ് ആർ നോട്ട് കണക്റ്റഡ്, ദ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതൊരു സർക്കിൾ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇറ്റ് ഹാസ് ദ ടെൻഡൻസി ടു കണക്ട് ദി ഡോട്ട്സ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ സർക്കിൾ. സോ ദാറ്റ് ഇസ് കോൾഡ് ദി ലോ ഓഫ് ക്ലോഷർ. ആൻഡ് അത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി, നോട്ട് ഫിലോസഫി, സോറി, സൈക്കോളജി. ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ അടിയിൽ ഒരുപാട് ലോസ് ഉണ്ട്, ലൈക്ക് ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി. അപ്പൊ അതെല്ലാം നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു പിയാഷെ. പിയാഷെ പറഞ്ഞിരിക്കുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇന്റലിജൻസ് എന്തുവാണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ. ഇതെല്ലാം പ്രോസസ്സസ് ആണ് അല്ലെ, നോട്ട് എ യൂണിറ്റ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇസ് നോൺ ആസ് സ്കീമ. നെക്സ്റ്റ്, EDU03 ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫസ്റ്റ് വൺ, WWW മീൻസ്, ഇത് ഞാൻ എക്സാം എഴുതിയ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. We all know WWW means World Wide Web, which is not a 3D aid. ഇതിൽ 3D aid അല്ലാത്തത് ഏത്? ഇതും ഞാൻ എഴുതിയ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റ് ഒരു 3D aid ആണ്, സ്പെസിമെൻ 3D aid ആണ്, ഗ്ലോബ് 3D aid ആണ്. ഇവിടെ 3D aid അല്ലാത്തത് നോട്ട്, എസ്പെഷ്യലി എടുത്ത് നോക്കുക. ആൻസർ ഇസ് ചാർട്ട്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് എൻ ആക്ടിവിറ്റി എയ്ഡ്. ഈ പറയുന്നവയിൽ ഏതാണ് ആക്ടിവിറ്റി എയ്ഡ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്? ഓവർഹെഡ് പ്രൊജക്ടർ, എപ്പിഡയാസ്കോപ്പ്, ഡയാസ്കോപ്പ്, ഫീൽഡ് ട്രിപ്പ്. ഇതിൽ ഏതാണ് ആക്ടിവിറ്റി? ഫീൽഡ് ട്രിപ്പ് ആണ് ആക്ടിവിറ്റി. ബാക്കിയെല്ലാം എന്താണ്? ടെക്നോളജിക്കൽ ഡിവൈസസ് ആണ്. നെക്സ്റ്റ് വൺ, ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് മേക്കിംഗ് യൂഷ്വലി മെയ്ഡ് ത്രൂ ഇമെയിൽ ടു സ്റ്റീൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് യൂസർ. ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ വഴിയുള്ള അറ്റംപ്റ്റിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഫിഷിംഗ്. സോ ആ ചാപ്റ്റർ നോക്കണം കേട്ടോ. About etiquettes, types of hacking, plagiarism, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആ ചാപ്റ്റർ നോക്കിയിട്ട് പോവാം. നെക്സ്റ്റ് വൺ, CMail that originated in Japan stands for, CMail stands for cell mail. നെക്സ്റ്റ് വൺ, CAL stands for computer assisted learning. നമുക്ക് എല്ലാവർക്കും അറിയാം. CAL, CMA അതെല്ലാം നോക്കി, കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, CMI അതെല്ലാം നോക്കിയിട്ട് വേണം പോവാൻ. ഇങ്ങനെയുള്ള ചെറിയ എന്താണ് ഷോർട്ട് ഫോംസ് വന്നിട്ട് അത് വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ എന്ന് ചോദിക്കും. നെക്സ്റ്റ്, വിച്ച് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഇൻ ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഈ പറയുന്നവയിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് ഇഫക്റ്റീവ് കമ്പോണന്റ് അല്ലാത്തത്, നോട്ട് എ കമ്പോണന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് നോക്കാം. യൂസ് ഓഫ് വോയിസ് ആൻഡ് ഇറ്റ്സ് മോഡുലേഷൻസ്, ജെസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പ്രോക്സിമിറ്റി. ഇതെല്ലാം ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ ആവശ്യമുള്ളതാണ്. ആൻഡ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇസ് നൺ ഓഫ് ദി എബവ്. നെക്സ്റ്റ് വൺ, ബോട്ടം ലെവൽ ഓഫ് എഡ്ഗാർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് കൺസിസ്റ്റ് ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഏറ്റവും താഴത്തെ കോണിന്റെ ഏറ്റവും താഴത്തെ ലെവലിലുള്ളത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് റിട്ടൻഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഫോർ എ ലോnger ടൈം. നെക്സ്റ്റ് വൺ, ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രിന്റ് മീഡിയ. ഈ പറയുന്നവയിൽ ഏതാണ് പ്രിന്റ് മീഡിയയുടെ എക്സാമ്പിൾ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, മാഗസീൻ ആണ് പ്രിന്റ് മീഡിയയുടെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എൽസ് നോൺ ആസ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റിന്റെ മറ്റൊരു പേര് ഏതാണ്? ഗ്യാൻ ദർശൻ 1, ഗ്യാൻ ദർശൻ 2, ഗ്യാൻ ഭാരതി, ഗ്യാൻ 1. സോ ഗ്യാൻ ദർശൻ 2 ഇസ് നോൺ ആസ് എഡ്യൂസാറ്റ്. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് ഇൻഫ്ലിബ്നെറ്റ്. ഇൻഫ്ലിബ്നെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? ഇൻഫർമേഷൻ ലയബിലിറ്റി നെറ്റ്വർക്ക്, ഇൻഫർമേഷൻ ആൻഡ് ലേണർ ഇൻഫോ ബ്ലോക്ക് നെറ്റ്വർക്ക്, Information and Library Network Center, none of the above. So answer is Information and Library Network Center. The project that was aimed at having one person per family
to be a computer literate in the district of Malappuram. Malappuram districtൽ ഒരു ഫാമിലിയിൽ ഒരാളെങ്കിലും കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രോജക്റ്റിന്റെ പേരെന്താണ്? വിക്ടേഴ്സ്, ITH സ്കൂൾ, കൈറ്റ് ആൻഡ് അക്ഷയ പ്രോജക്ട്. സോ ദി ആൻസർ ഇസ് അക്ഷയ പ്രോജക്ട്. നെക്സ്റ്റ് വൺ, വിക്ടേഴ്സ് സ്റ്റാർട്ടഡ് ഇൻ. വിക്ടേഴ്സ് ഏത് വർഷമാണ് തുടങ്ങിയത്? 2005, 2007, 2002, 2001. ഏതാണ്? 2005. Epidioscopes. Epidioscopes are technology in education, technology of education, technology for education. ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടെക് സാധനങ്ങൾ ഫോർ ലൈക്ക് ലാപ്ടോപ്പ്, DVD, CD, ഇതെല്ലാം ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ ടെക് ഡിവൈസസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ആണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ്സിനെയാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനകത്തുള്ളൊരു കോൺസെപ്റ്റ് ആണ്. And that is actually the technology of education. So, ഇവിടെ epidioscope is a technological device. So, that is technology in education. Project that started by Department of General Education to foster IT education in schools. സ്കൂളിൽ IT education തുടങ്ങാൻ വേണ്ടിയിട്ട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങിയത് IT at school ആണ്. നെക്സ്റ്റ് വൺ, combining offline and online teaching in area of education is. ഓഫ്ലൈൻ ടീച്ചിങ്ങും ഓൺലൈൻ ടീച്ചിങ്ങും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ എന്നല്ല, പഠിപ്പിക്കുകയാണെങ്കിൽ then it is called blended learning. Next one, a set of static web pages existed in. So web 1.0, 2.0, 3.0 എല്ലാം നോക്കിയിട്ട് തന്നെ പോവാ. സ്റ്റാറ്റിക് വെബ് പേജസ്, അതായത് ഓരോ എന്താണ് ഏജൻസീസ് അപ്ലോഡ് ചെയ്യുന്ന ചില പേജസ് മാത്രം എക്സിസ്റ്റ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് വെബിനെ വെബ് 1.0 എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് സ്റ്റാറ്റിക് വെബ് പേജസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സോ ഇറ്റ് വാസ് എ റീഡ് ഓൺലി വെബ്. നെക്സ്റ്റ് വൺ, അസിൻക്രണസ് ലേണിംഗ് റെഫേഴ്സ് ടു. അസിൻക്രണസ് ലേണിംഗ് എന്ന് പറയുമ്പോഴേ അറിയാം ലൈവ് ആയിട്ടുള്ള ക്ലാസ് അല്ല, ഇറ്റ് ഇസ് റെക്കോർഡഡ് ക്ലാസ്. സോ ഹിയർ ദി ആൻസർ ഇസ് റെക്കോർഡഡ് ക്ലാസ്സസ്. നെക്സ്റ്റ് വൺ, which among the following is called as syntactic web? Syntactic web എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് അതിനകത്ത് ഇമോജീസ് ഷെയർ ചെയ്യാം, നമുക്ക് അവിടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു വെബ് പേജ് ആണ് വെബ് 3.0. നമുക്കറിയാം സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന, അതായത് പീപ്പിൾ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബ് 3.0. അതിനെയാണ് സിന്റാറ്റിക് വെബ് എന്നുകൂടി അറിയപ്പെടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റുഡൻറ് ഇസ് സെറ്റ് ടു ഹാവ് ഗുഡ് ഡാഷ് when he or she follows accepted ethical norms in cyber world. ഒരാൾ സൈബർ വേൾഡിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള നോംസ് അതുപോലെ ഫോളോ ചെയ്താണ് ബ്രൗസ് ചെയ്യുന്നതെങ്കിൽ then that person is said to have good etiquette. Okay. അപ്പം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കുറച്ച് അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 50% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. So that you will understand and identify those areas that are very important in your general MCQ preparation. നിങ്ങൾക്ക് അറിയാത്ത ഏരിയാസ് എടുത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മേജർ ഏരിയാസ് എടുത്ത് ഒന്ന് വായിച്ചിട്ട് ബ്രഷ് അപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. And I'm pretty sure that you will ace your exam. So that's it from my side for today. Thank you. നമുക്ക് ഇനി 3 വീഡിയോസും കൂടെ വരാനുണ്ട്. That will be covering the rest of the other general modules, as well as ഒരു PYQ വീഡിയോയും കൂടി I'll be posting. So thank you for watching and stay tuned. Bye.